നഴ്സിംഗ് മേഖലയിലെ വേതന വർധന ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി സമരം നടക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനുണ്ട് കാസർഗോഡ്. പരപ്പ കനകപ്പള്ളിയിലെ എബി ബാബു നഴ്സിംഗ് മേഖല വിട്ടാണ് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞത്. കുരുമുളക് നഴ്സറി മുതൽ വിവിധ കാർഷിക വിളകളുടെ പരീക്ഷണശാല കൂടിയാണ് എബിയുടെ കൃഷിയിടം. വൻതുക വായ്പയെടുത്ത് നഴ്സിംഗ് പഠനം നടത്തി ആതുരസേവന രംഗത്തിറങ്ങിയതാണ് എബി ബാബു. പൂനെയിലെ പ്രമുഖ ആശുപത്രിയിൽ 2 വർഷം നഴ്സിംഗ് ജോലി ചെയ്തെങ്കിലും ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് കണ്ടതോടെ നാട്ടിലേക്ക് വണ്ടി കയറി. കൃഷിക്കാരനായ അച്ഛൻ ബാബുവിനെ സഹായിക്കാനിറങ്ങിയതോടെയാണ് എബിയുടെ ജീവിതവും പച്ചപിടിച്ചു തുടങ്ങിയത്. പിലിക്കോട് കാർഷിക കോളേജിൽ നിന്നുള്ള പരിശീലന ക്ലാസുകൾ പൂർത്തിയാക്കിയതോടെ മുഴുവൻ സമയ കർഷകനായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ കിട്ടുന്നതിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. മറ്റേത് നമുക്ക് ഒരു ടൈം പറഞ്ഞിട്ടുള്ള ജോലിയാണ്, അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ്, പിന്നെ കൂടുതൽ ടെൻഷനാണ്. ഇതൊന്നുമില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പണിയെടുക്കാം. നമ്മൾ പണിയെടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നത്. റബ്ബർ, വാഴ, കശുമാവ്, കവുങ്ങ്, തെങ്ങ് തുടങ്ങി ഇടവിള കൃഷിയാണ് എബി നടത്തുന്നത്. എങ്കിലും കുരുമുളക് കൃഷിയിലാണ് പ്രധാന ശ്രദ്ധ. സ്വന്തമായി ഉണ്ടാക്കിയ നഴ്സറിയിൽ പന്നിയൂരിനങ്ങളും നാടനിനങ്ങളും വിൽപ്പനക്കായി തയ്യാറാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നേഴ്സിംഗ് ഞാൻ പഠിച്ചത് ജനറൽ നേഴ്സിംഗ് ആണ്. ഒത്തിരിയൊന്നും പഠിച്ചിട്ടില്ല, ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞതാണ്. പക്ഷേ കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞ് പഠിച്ചാലും തീരാത്തൊരു വിഷയമാണ് കൃഷി. കാരണം ഓരോ ദിവസം ചെല്ലുന്നവരും പുതിയ ടെക്നോളജി വരും. അത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. എൻ്റെ അടുത്ത് 5 തൊഴിലാളികളുണ്ട്. അവർക്ക് കിട്ടുന്ന ഉച്ചവരെ അവർ പണിത് കഴിഞ്ഞാൽ അവർക്കൊരു ആണുങ്ങൾക്ക് കിട്ടുന്ന 400 രൂപയാണ്. ആ ഒരു പൈസ പോലും നഴ്സുമാർക്ക് ഒരു ദിവസം കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യം പോലും നമുക്ക് നഴ്സ് എന്ന് പറഞ്ഞ് ഇത്ര ലക്ഷങ്ങൾ മുടക്കി പഠിച്ചിട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. അധ്വാനിക്കാനുള്ള മനസ്സാണ് വേണ്ടതെന്ന സാക്ഷ്യപ്പെടുത്തലാണ് ഈ കൃഷിയിടം. കിട്ടുന്ന വേതനം ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നഴ്സുമാർ സമരത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ നഴ്സിംഗ് മേഖല വിട്ട് കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞ യുവാവിന്റെ ജീവിത വിജയമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്വരൂപ് നിവേദ്യക്കൊപ്പം പ്രദീപ് നാരായണൻ, ന്യൂസ് 18, കാസർഗോഡ്.